ഇരുവരും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു. എന്നിട്ടെന്താ, ജാതക ദോഷക്കാരിയായ ഇവളെ കെട്ടാൻ വന്ന രാജീവ് മേനോനും അമ്മയും മുഹൂർത്ത സമയത്ത് തന്നെ കാറിടിച്ച് ചത്തു. ഇവള് പറഞ്ഞതൊക്കെ ശരിയാണോ? അതെ, ശരിയാ അപ്പച്ചി. ആക്സിഡന്റില് ആ കുഞ്ഞു മാത്രം ചത്തില്ല. അതിനെപ്പോ എടുത്ത് വളർത്തിയിരിക്കുക. അതിങ്ങനെ പോയാ ജഗന്റെ തലയിലാവാനാ സാധ്യത. അതിനാ ആ വന്ദന ബോധപൂർവ്വം ആ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. കഴിക്കും മോളെ, ഇതൊക്കെ കഴിച്ചാല് പെട്ടെന്ന് വളരൂ. കഴിക്കും മോളെ. ഇതേ വിഷം ചേർക്കാത്ത ഏത്തയ്ക്ക, നമ്മുടെ തോട്ടത്തിൽ നിന്നാ. അപ്പച്ചി, ഇവിടെ ഊട്ടൽ നടക്കായിരുന്നല്ലേ? കൊണ്ടവനൊക്കെ ഉണ്ടായ കൊച്ചിനെ ഊട്ടാൻ നിനക്ക് നാണമില്ലടാ. വലിച്ചുവാരി തിന്നുന്ന കണ്ടില്ലേ കുട്ടിപ്പൂതം. ഓ, തമ്പുരാട്ടി ഇവിടെ നിൽക്കുകയായിരുന്നോ? ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? എടാ, ജാതകദോഷമുള്ള ഇവളെ കണി കണ്ട തീർന്നു ജീവിതം. ഇവളെ താലി കെട്ടാൻ ഇറങ്ങി തിരിച്ചവനെ കാലൻ കൊലക്കയറിട്ട് പിടിച്ചത് നീയങ്ങ് മറന്നോ? അപ്പച്ചി, അതൊക്കെ പഴയ കഥ. ഇപ്പൊ ഇവളുടെ കഴുത്തി കിടക്കുന്നത് ഞാൻ കെട്ടിയ താലിയാ. അത് തന്നെയാ പ്രശ്നം. എത്രയും പെട്ടെന്ന് ഈ നാശം പിടിച്ചവളുടെ കഴുത്തിൽ നിന്ന് അത് പൊട്ടിച്ചെറിയണം നീ. അപ്പച്ചോട് ഒരിക്കൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. പിന്നെ ഞാൻ കെട്ടിയ താലി അത് അഴിക്കണോ മുറിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ നോക്കിയോ ഇപ്പൊ കണ്ടവന്റെ കൊച്ചിനെ ഒക്കത്തെടുത്ത് ചുവന്നോണ്ട് നടക്കേണ്ട ഗതികേട് വന്നത്. ആയിക്കോട്ടെ ദിയമോളെ, ഞാൻ കൂടെ താമസിപ്പിക്കുന്നതിൽ എനിക്കില്ലാത്ത വിഷമം മറ്റാർക്കും വേണ്ട ഇവിടെ. അത് അപ്പനായാലും അപ്പച്ചിയായാലും. എടാ, ഇതൊരു പെങ്കൊച്ച. നാളെ ബാധ്യതയായി തീരുമ്പോ നീ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിക്കുന്നാണ്ടല്ലോ ഹോസത്ത്. കൊണ്ണിക്കാണുന്ന അസത്തുകൾക്കെല്ലാം കയറി ഇറങ്ങാനുള്ള വീടല്ല ഇത്. ഈ വീട്ടിൽ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട്. കൂടുതൽ ഇവിടെ കിടന്ന് ചലച്ചാൽ സ്വന്തവും ബന്ധമൊന്നും നോക്കില്ല ഞാൻ. അപ്പച്ചോട്ട് ഇറങ്ങി പോകാൻ പറയും ഞാൻ. ആ ഗുരുത്വദോഷം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണോ? അങ്ങനെ നീ പറയണമെങ്കിൽ ഈ വീട് നിന്റെ പേരിൽ എഴുതി തന്നായിരിക്കണം. അതുമല്ലെങ്കിൽ നിന്റെ തന്തയില്ലേ, എന്റെ സഹോദരൻ കരുണാകരക്കുറുപ്പ്, അവന്റെ പേരിൽ മാത്രം പ്രമാണം ചെയ്തായിരിക്കണം. അതല്ലാതെ എനിക്കും കൂടി അവകാശം എഴുതി വെച്ചിരിക്കുന്ന ഈ വീട്ടിൽ ഞാൻ പറയുന്നതാണ് ചട്ടം. തൊടയെങ്കിൽ തടഞ്ഞോടാ.
ഇടിച്ചു പുറത്തേക്ക് വലിച്ചെറിയാൻ പോവാ ഞാൻ ഈ പിശാചുക്കളെ. ഏയ്, അങ്ങനെ തന്നെ വേണം. അങ്കിളിനെ അടിച്ച ഡാങ്കിനെ അമ്മമ്മയ്ക്ക് അങ്ങനെ തന്നെ വേണം. എന്താ ചന്ദ്രു, നിനക്കൊരു ടെൻഷൻ പോലെ? ഒന്നുമില്ല മാധവേട്ട, ദേമോള് പോയപ്പോ ആകെ ഒരു മൂകത. എനിക്ക് തോന്നി നിന്റെ സങ്കടത്തിന്റെ കാരണം അതായിരിക്കുന്നു. ദേമോളുള്ളപ്പോ എപ്പോഴും ഇങ്ങനെ കലബലാന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ, ഒരു 2 ദിവസം കഴിയുമ്പോ നമുക്ക് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാം. ചന്ദ്രു സമാധാനിക്ക്. മാധവേട്ട, വർഷയെ പ്രസവം കഴിയുന്നതുവരെ നമ്മൾ എവിടെ നിർത്തണമെന്നായിരുന്നില്ലേ? ഈ സമയത്ത് വർഷയ്ക്ക് ഒരു അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഒക്കെ ആവശ്യ. വിക്രമിന് താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ നമ്മൾ അവളെ വിടുവായിരുന്നോ? ദേ, നീ ഇപ്പൊ അതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. ദൈവം എല്ലാം നല്ല രീതിയിൽ നടത്തിത്തരും. അതല്ല മാധവേട്ട. ഏതല്ലെന്ന്? ദേ, നീയും പ്രസവിച്ചല്ലോ എന്റെ 5 മക്കളെ. അവരെ നോക്കിയത് നിന്റെ അമ്മയും അച്ഛനും ഒക്കെ ആണോ? അല്ലല്ലോ. എന്നിട്ടെന്താ, അവര് വളർന്നില്ലേ? അതും ആദ്യത്തേത് ഇരട്ടക്കുട്ടികളായിട്ടും. എന്നാലും വിക്രം എന്താണ് നമ്മൾ പറഞ്ഞിട്ടും വർഷ എവിടെ നിർത്തിയിട്ട് പോകാത്തത് എന്നല്ലേ? ആ, അതിന്റെ ഉത്തരം ഞാൻ പറയാം. അവര് ജീവിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. പരസ്പരം പിരിഞ്ഞിരിക്കാനൊന്നും ആവില്ല. ഒരു പക്ഷേ വർഷ വിക്രമിനെ കൊണ്ട് പറയിച്ചതാവാനും സാധ്യതയുണ്ട്. ഇപ്പോഴും എനിക്ക് ചന്ദ്രു ഇല്ലാതെ ഈ മുറി കയറിയ ശ്വാസം കിട്ടാത്തത് പോലെ തോന്നുന്നു. സത്യമാണോ? നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാൻ പറ്റില്ല. ആ, അല്ല, കൂട്ടുകാരി തന്ന സമ്മാനോടെ കണ്ടില്ലല്ലോ. $5 ലക്ഷം രൂപയുണ്ട്. വേണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും കേൾക്കണ്ടേ? സാരമില്ല, നമുക്ക് ഇത് വെച്ച് വീട് പണി തുടങ്ങും. പണം വരുമ്പോ ഓർമ്മയ്ക്ക് തിരികെ കൊടുക്കാമല്ലോ. അച്ഛന് കൊടുക്കാൻ ഒരു കോൺട്രാക്ടർ കൊണ്ടുവന്ന പണമാണ് അവനെടുത്ത് ഓട്ടോയ്ക്ക് അടച്ചത്. ജയകൻ എന്റെ ഓട്ടോ തിരികെ എടുത്ത് തന്നത് കുറുപ്പ് സാറിന്റെ പൈസ എടുത്ത് മറിച്ചിട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പൈസ തീർച്ചയായിട്ടും തിരിച്ചു തന്നിരിക്കും കുറുപ്പ് സാറേ. ഇത് മാധവൻ നായരുടെ വാക്കാ. ആ, ഇതിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ജഗന്റെ കടം വീട്ടണം.
പാവം ആ കുറിപ്പിന്റെ പണം എടുത്തടച്ച എന്റെ ഓട്ടോ തിരികെ എടുത്ത് തന്നത്. ശരിയാ, ആപത്ത് സമയത്ത് ദൈവത്തിന്റെ സ്ഥാനത്ത് വന്നവനാ ജഗൻ. ഊർമിളയ്ക്ക് നമ്മളെ സഹായിക്കാനുള്ള നല്ല മനസ്സ് വന്നല്ലോ. ചില ബന്ധങ്ങൾ അങ്ങനെ ചന്ദ്രു, ഈ പണത്തിന്റെ ത്രാസിൽ വെച്ചൊന്നും അതിനെ അളക്കാൻ പറ്റില്ല. എന്റെ നടു ഇങ്ങോട്ടൊന്ന് വന്നേ, എന്റെ അടുത്തേക്കൊന്ന് വരാൻ. എനിക്കൊന്ന് ചൂട് പിടിച്ചതടി. എടി, കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി എനിക്കൊന്ന് ചൂട് പിടിച്ചു തരാൻ. അയ്യോ, ഏത് നേരത്താണോ കുരുത്തം കെട്ട കൊച്ചിനെ പിടിച്ച് പുറത്താക്കാൻ എനിക്ക് തോന്നിയത്. അമ്മേ, എന്റെ നടു. എന്റെ നടു ഉളുക്കിയായി. അയ്യോ, വെക്കട്ടെ? ആ, വെച്ച് തൊലക്കി. എന്തുവാണ് ഇത്? അപ്പച്ചിക്ക് ചൂടുണ്ടോ? ചുളച്ചുള്ളാണ് അടി എടുത്തത്. അതെ, ചെറു ചൂടല്ലേ വേണ്ടത്? ചെറു ചൂടിലൊന്നും ഇത് മാറില്ല. നല്ല ചൂട് തന്നെ വെക്കണം. ദേ, മിണ്ടാണ്ട് കിടന്നാ ഞാൻ ചൂട് വെച്ചുതരാം. ചായ കൊണ്ടുവന്നപ്പോ എനിക്ക് അടി തന്നതല്ലേ? വന്ദനെ, എന്താ ഇവിടെ? അപ്പച്ചിക്ക് ഭയങ്കര വേദന. ചൂട് വെക്കാം. ആ, ഇത് ചൂട് വെച്ചാറൊന്നും മാറില്ല. ആ, അത് മാത്രമല്ല, അപ്പച്ചിയുടെ മുഖത്ത് ചൂട് പിടിക്കണമെങ്കിൽ നീ ഒന്നും പിടിക്കാൻ പാടില്ല. നിന്നെപ്പോലെ പട്ടിണി പാവൊന്നുമല്ല അപ്പച്ചി. 6-7 ആന ഉണ്ടായിരുന്ന തറവാട്ടിലെ ആനന്ദവല്ലിന്ന് വിളിച്ച ആദ്യം ആനയാണോ അപ്പച്ചിയാണോ എന്നാ ആളുകൾ ചോദിച്ചിരുന്നത്. ഏയ്, വാ വാ വാ, നീ ഒന്നും ചെയ്യണ്ട. ഇല്ല, ഞാനൊന്ന് ചെയ്തു കൊടുത്തോട്ടെ. വാ, അപ്പച്ചിക്ക് ഇതൊന്നും ഇഷ്ടാവില്ല. ആ, ദേ, അപ്പച്ചിയുടെ നോട്ടം കണ്ടില്ലേ? ദേ, അപ്പച്ചിക്ക് ദേഷ്യം വരുന്നു. നീ വാ, വാ 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 പോ. എനിക്കൊരു കഥ പറഞ്ഞു തരൂ. കഥ കേട്ട് ഉറങ്ങാൻ പറ്റിയൊരു പ്രായം. കിടന്നുറങ്ങണം.
ഈ അച്ഛന്റെ ഒരു കാര്യം. ദേ മിണ്ടാതെ കിടന്നോണം, ഇല്ല നല്ല പെട വെച്ചെറിഞ്ഞൻ. പ്രകാശേട്ടൻ എന്താ ഉറങ്ങിയില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കൊടുക്കുന്നതും പാപമല്ലേ? പെൺമക്കളെ വിട്ടേക്ക്. അച്ഛൻ ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോ കിട്ടിയ തുക 2 ആൺമക്കൾക്ക് വീതിച്ചു കൊടുക്കാത്തത് കൊടും ചതിയാ. ഈ പണം ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെനിക്ക് തന്നെ വേണം. വെറുതെ പാപം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉറക്കം കളയാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഇല്ല സുമിത്രേ, ആ പണം എനിക്ക് തന്നെ വേണം. നേരെ ചൊവ്വേ ചോദിച്ചാൽ അച്ഛനും അമ്മയും ആ പണം എനിക്ക് തരില്ല. ഏതു വിധേനയും ആ പണം എനിക്ക് തട്ടിയെടുക്കണം. അതിന് നിന്റെ സഹായം എനിക്ക് വേണം. ഒരിക്കലും അതിന് എന്റെ സഹായം കിട്ടുമെന്ന് പ്രകാശേട്ടൻ കരുതണ്ട. പട്ടിണി കിടന്ന് വളർന്നതാണെങ്കിലും ഉണ്ട ചോറിന് നന്ദി കാണിച്ചേ ഈ സുചിത്രയ്ക്ക് ശീലമുള്ളൂ. മക്കളെ കൊണ്ട് ദുരിതങ്ങൾ മാത്രമുള്ള അച്ഛനും അമ്മയ്ക്കും ഈ മരുമകളെ കൂടി ദുരിതമായിട്ട് ഒരിക്കലും മാറില്ല. ഉണ്ട ചോറ് നന്ദി കാണിക്കേണ്ടതേ നീ എന്റെ അടുത്താ. എനിക്കതിന് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറ്റണം, പറ്റിയേ തീരൂ. ഓ, ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ രണ്ടുപേരും? രാത്രി ആയാലും ഉറങ്ങാൻ സമ്മതിക്കൂല. ഇന്ന് ദിയമോള നടക്കും, ഇവിടെ അങ്കിളും ഇവിടെ വന്ദനമ്മയും കിടക്കും. ഈശ്വര, ആകെ കുഴപ്പമായല്ലോ. ഞാനും ജഗനും ഒരുമിച്ചല്ല കിടക്കുന്നെന്നുള്ള കാര്യം ദിയമോൾ അച്ഛനോടും അമ്മയോടും ചെന്ന് പറഞ്ഞാ അവർക്കത് സങ്കടമാവും. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഞങ്ങളെ വാ വന്ന് കിടക്ക്. വന്ദനമ്മേ, ഇവിടെ വന്ന് കിടക്ക്. മോളെ, ജഗനങ്ങളിന് ചെറിയൊരു പനിയുണ്ട്. ഈ പനിയും വെച്ചുകൊണ്ട് ജഗനങ്ങളുടെ മോളുടെ കൂടെ കിടന്നാലേ മോൾക്കും പനി വരും. വന്ദന അമ്മയ്ക്കും പനി വരും. അങ്കിള് താഴെ കിടന്നോളാം. നോക്കട്ടെ അങ്കിളിന് പനിയുണ്ടോന്ന്. വാ ഇരിക്കേ.
വെറുതെയാ. അങ്കിളിന് ഒരു പണിയും ഇല്ല. ആ, ആ. ദിയമ്മളും നെറ്റി തൊട്ടു നോക്കിയിട്ട് ചൂടൊന്നുമില്ല. അങ്കിള് കള്ളം പറയാ. അങ്കിള് വന്ന് ദിയമ്മളടുത്ത് കിടക്ക്, അല്ലെങ്കിൽ ദിയമ്മൾക്ക് സങ്കടാവും. മോളെ ഇപ്പോഴത്തെ പനിക്ക് ചൂടില്ല. വേണ്ട, അങ്കിൾ ഒന്നും പറയണ്ട. അങ്കിള് വന്ന് കിടക്ക്, അല്ലെങ്കിൽ ദിയമ്മോൾ അങ്കിളിനോട് മിണ്ടില്ല. കിടക്ക് അങ്കിളെ, കിടക്ക്. ആ മോളെ കിടക്ക് വന്ദനാമേ. ഹായ്, അടിപൊളി, നല്ല സുഖം.